പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒരു മാതൃകാ ചോദ്യപേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഒരു സ്കോർ വീതമാണ്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, കൽബിലെ നിലാവ് എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ്. കവി ഇങ്ങനെ പറയുന്നത് ആരെക്കുറിച്ചാണ്? വണ്ടുകളെ, നിലാവിനെ, നായികയെ, പഞ്ചവർണ്ണക്കിളിയെ. ഉത്തരം നായികയെ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് വിശേഷിപ്പിക്കുന്നത് കവി നായികയെയാണ്. രണ്ടാമത്തെ ചോദ്യം. കിളികൾ ശരശയ്യ ഒരുക്കുന്നു. ശരശയ്യ, ശരവും ശയ്യയും. ശരശയ്യ എന്നത് ശരം എന്ന ശയ്യ. ശരശയ്യ ശരം കൊണ്ടുള്ള ശയ്യ. അടിവരയിട്ട പദം വിഗ്രഹിച്ച് എഴുതിയതിൽ ശരിയായത് ഏതാണ്? ഇതിൽ ശരിയായത് ശരം കൊണ്ടുള്ള ശയ്യ. മൂന്നാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരം കൊണ്ടുള്ള ശയ്യ എന്നതാണ് ശരശയ്യ. അപ്പം മലയോരം എന്നത് മലയുടെ ഓരമാണ് മലയോരം. കാട്ടിലെ അരുവിയാണ് കാട്ടരുവി. വിജയത്തിൻ്റെ ആഹ്ലാദമാണ് വിജയാഹ്ലാദം. മൂന്നാമത്തെ ചോദ്യം. അടുപ്പത്തെ പണി ഒരു കടലാഫിസെ, ചിത്രകാരി. ഈ വാക്യത്തിൻ്റെ ആശയത്തിന് യോജിച്ച പ്രസ്താവന ഏതാണ്? അടുക്കള ജോലി ഒരിക്കലും അവസാനിക്കാത്തതാണ്. അടുക്കള ജോലി ആസ്വാദ്യമാണ്. അടുക്കള ജോലി വളരെ നിസ്സാരമാണ്. അടുക്കള ജോലി കഠിനമാണ്. അപ്പോൾ ഉത്തരം അടുക്കള ജോലി ഒരിക്കലും അവസാനിക്കാത്തതാണ്. ഇത് ചിത്രകാരി എന്ന കഥയിലെ ഫിസയോട് അവളുടെ അമ്മായിയമ്മ പറയുന്ന വാക്കുകളാണ്. നാലാമത്തെ ചോദ്യം. ഉടമ, എനിക്ക് ചിറകില്ലല്ലോ, ഞാൻ തന്നെ അവ അറുത്തെറിഞ്ഞില്ലേ? കാര്യം, സ്വയം ചിറകരിഞ്ഞ് സ്വതന്ത്രനായി. കാരണം, സമൂഹത്തിൽ സമഭാവനയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ. ഉടമയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയവയിൽ ശരിയായത് ഏത്? കാര്യവും കാരണവും ശരി. കാര്യവും കാരണവും തെറ്റ്. കാര്യം തെറ്റ്, കാരണം ശരി. ഡി, കാര്യം ശരി, കാരണം തെറ്റ്. ഉത്തരം കാര്യം ശരിയാണ്, കാരണം തെറ്റാണ്. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയാണ് ചിറകരിഞ്ഞത്, അല്ലാതെ സമഭാവനയുടെ സന്ദേശം പ്രചരിപ്പിക്കലൊന്നുമല്ല. 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3-4 വാക്യത്തിൽ ഉത്തരം എഴുതുക. 3 സ്കോർ വീതമാണ്. 5ാമത്തെ ചോദ്യം. ആയിടെ ഒരിക്കൽ ഉമ്മയതങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു, അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസെ. കഥാസന്ദർഭം സ്ത്രീ ജീവിതാവസ്ഥകളെക്കുറിച്ച് നൽകുന്ന സൂചനകൾ എന്തെല്ലാം? വിശകലനം ചെയ്യുക. ഷാഹിന ഇക്കയുടെ ചിത്രകാരി എന്ന കഥയിലെ ഫിസ നല്ലൊരു ചിത്രകാരി ആകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ അവളുടെ കുടുംബാന്തരീക്ഷം അതിന് സമ്മതിക്കുന്നില്ല. വിവാഹിത ആയതോടെ അവളുടെ സർഗാത്മകതയ്ക്ക് വിലങ്ങ് വീഴുകയാണ്. പെണ്ണെന്നാൽ അടുക്കള ജോലി ചെയ്ത് ഭർത്താവിൻ്റെയും കുട്ടികളുടെയും വീട്ടിലെയും കാര്യങ്ങൾ നോക്കി ഒതുങ്ങി ജീവിക്കേണ്ടവളാണ് എന്ന പരമ്പരാഗതമായ ഒരു കാഴ്ചപ്പാടാണ് ഹാഫിസിൻ്റെ ഉമ്മ വെച്ച് പുലർത്തിയിരുന്നത്. പാചക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കണമെന്നും അവർ ഫിസയെ ഉപദേശിക്കുന്നു. അടുക്കളപ്പണി ഒരിക്കലും അവസാനിക്കാത്തതാണ് എന്ന അവരുടെ അഭിപ്രായം. മാത്രമല്ല, പെയിൻറ്റിംഗ് പോലുള്ള പണികൾ പെണ്ണുങ്ങൾക്ക് പറ്റുന്നതല്ലെന്നും അവരുടെ മുഖ്യ തൊഴിൽ കുടുംബത്തിലെ ആണുങ്ങൾക്ക് വാക്ക് രുചിയായി വല്ലതും വച്ചുണ്ടാക്കുകയും കുട്ടികളുടെയും മറ്റുള്ളവരുടെയും കാര്യങ്ങൾ നോക്കുക മുതലായവയാണെന്നും ഹാഫിസിൻ്റെ ഉമ്മ പറയുന്നുണ്ട്. 6ാമത്തെ ചോദ്യം. ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശത്തുലയുന്നു, നക്ഷത്രപ്പൂക്കൾ ചുറ്റും പൊഴിയുന്നു. ഈ വാക്യം ചിത്രകാരി എന്ന കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? ഫിസ നല്ലൊരു ചിത്രകാരിയാണ്. വിവാഹിതയായതോടെ അവളുടെ സർഗാത്മക കഴിവുകൾ അംഗീകരിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ഭർത്താവിനും കുടുംബത്തിനും കഴിയുന്നില്ല. പെൺകുട്ടികളുടെ ജീവിതം അടുക്കള പണികൾ ചെയ്യാനും വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടാനും മാത്രമുള്ളതാണെന്ന പരമ്പരാഗത ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കടക്കാൻ ഫിസക്കും കഴിയുന്നില്ല. ചിത്രകാരി എന്ന കഥയിലെ ഫിസ എന്ന പെൺകുട്ടിയുടെ മാത്രം ജീവിതമല്ല,
സ്വത്വബോധം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്ന കുടുംബിനികളുടെ ജീവിതവും ആത്മസംഘർഷവുമാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. ചിത്രരചന അവൾക്ക് കേവലം ഒരു ഹോബി ആയിരുന്നില്ല, മറിച്ച് അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. പലതരം ചിത്രങ്ങൾ എന്നത് അവളുടെ വൈവിധ്യമാർന്ന കഴിവിനെയും ഭാവനയുമാണ് സൂചിപ്പിക്കുന്നത്. നല്ലൊരു ചിത്രകാരി ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊന്നും സഫലമാകുന്നില്ല എന്നതിന് തെളിവാണ് നക്ഷത്രപ്പൂക്കൾ ചുറ്റും പൊഴിയുന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 7ാമത്തെ ചോദ്യം, അന്നൊരു നാൾ അമ്പിളി മാമൻ വമ്പനായി വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്ന് കൽബിലെ നിലാവ്. നായികയുടെ സൗന്ദര്യം ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നതെങ്ങനെ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക. ഒരു ദിവസം അമ്പിളി മാമൻ വളരെ അഹങ്കാരത്തോടെ വന്നു. എന്നാൽ താമരപ്പൂങ്കാവിൽ വസിക്കുന്ന നായികയെ കണ്ട മാത്രയിൽ ആ ചന്ദ്രൻ പോലും നിന്റെ സൗന്ദര്യത്തിൽ അത്ഭുതപ്പെട്ട് സ്തബ്ധനായി നിന്നു, അല്ലെങ്കിൽ അമ്പരന്നു നിന്നു. പ്രിയപ്പെട്ടവളുടെ സൗന്ദര്യം ചന്ദ്രൻ്റെ ശോഭയെ പോലും അതിശയിപ്പിക്കുന്നതാണ് എന്ന അതിശയോക്തി കലർന്ന വർണ്ണനയാണ് കവി ഇവിടെ ചെയ്തിരിക്കുന്നത്. ചന്ദ്രനെ പോലും അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് നായികക്ക് ഉണ്ടായിരുന്നത്. ചന്ദ്രൻ സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ്. ആ ചന്ദ്രൻ പോലും നായികയുടെ സൗന്ദര്യത്തിന് മുന്നിൽ അത്ഭുതപ്പെട്ടുപോയി എന്ന് പറയുന്നതിലൂടെ നായികയുടെ അഴക് അനിതര സാധാരണമാണെന്ന് കവി വർണ്ണിക്കുന്നു. 7B ചോദ്യമാണ്, പക്ഷിശാസ്ത്രകാരൻ നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. പക്ഷിശാസ്ത്രകാരൻ്റെ ഈ കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. എല്ലാവരെയും സ്നേഹിക്കുക എന്ന സന്ദേശമാണ് പക്ഷിശാസ്ത്രകാരൻ കിളികൾക്ക് നൽകുന്നത്. പക്ഷികൾക്ക് കുളിർമ നൽകുന്നത് മരങ്ങളാണ്, അത് വെട്ടിയതാകട്ടെ മനുഷ്യരും. നമ്മെ ഉപദ്രവിക്കുന്നവർക്കും നന്മ ചെയ്യുക, ആരെയും വെറുക്കരുത് എന്നാണ് അദ്ദേഹം കിളികളെ ഉപദേശിക്കുന്നത്. ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രകാരൻ അറിവിൻ്റെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും പ്രതീകമാണ്. പ്രകൃതി നമ്മുടെ മാത്രമല്ല എല്ലാവരുടേതുമാണെന്ന വിശാലമായ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. 8 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക. സ്കോർ 5 വീതം. 8ാമത്തെ ചോദ്യം, ഉടമ ഹാ ചുവന്ന പൂക്കൾ വെളുക്കുന്നു, എല്ലാം പളുങ്കുപോലെ വെളുത്ത പൂക്കൾ. കൂട്ടരെ എനിക്കെൻ്റെ സ്വർണ്ണ ചിറക് തരൂ, നമുക്ക് പറക്കാം. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. ചുവന്ന പൂക്കൾ, വെളുത്ത പൂക്കൾ, സ്വർണ്ണ ചിറക് എന്നീ പ്രയോഗങ്ങളുടെ അർത്ഥതലങ്ങൾ നാടകത്തിൻ്റെ പ്രമേയവുമായി ബന്ധിപ്പിച്ച് വിശകലനം ചെയ്യുക. ഡോക്ടർ വയല വാസുദേവ പിള്ളയുടെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയും ചൂഷണത്തെയും പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു നാടകമാണ്. ഉടമ പക്ഷിശാസ്ത്രകാരനെ അമ്പെയ്ത ശേഷം ചുറ്റുമുള്ള വെള്ളപ്പൂക്കൾ ചുവന്നു തുടങ്ങുന്നു. ഇത് കാണുമ്പോൾ അയാളുടെ മനസ്സിൽ ഭയവും പരിഭ്രാന്തിയും നിറയുന്നുണ്ട്. താൻ ചെയ്ത ക്രൂരപ്രവൃത്തിയുടെ പ്രകൃതിയിലുള്ള പ്രതിഫലനമാണോ എന്ന ചിന്ത അയാളെ അസ്വസ്ഥനാക്കുന്നു. വെളുത്ത പൂക്കൾ ചുവക്കുന്നത് അനീതിക്കെതിരെ എങ്ങും ഉയർന്ന പ്രതിഷേധത്തിൻ്റെ സൂചനയാണ്. തിളങ്ങുന്ന സ്വർണ്ണ നാണയം കണ്ടപ്പോൾ സ്വർണ്ണച്ചിറക് സ്വയം അറുത്തെറിഞ്ഞ് തൻ്റെ കൂട്ടരെ ഉപേക്ഷിച്ചു പോയ ഉടമ എന്ന കഥാപാത്രം കൂട്ടത്തിൽപ്പെട്ടവരെ വഞ്ചിക്കുന്നവരുടെ പ്രതീകമാണ്. വെളുത്ത പൂക്കൾ ചോര കൊണ്ട് ചുവപ്പാകുന്നത് ഉടമയുടെ ഹിംസയെയാണ് സൂചിപ്പിക്കുന്നത്. ഉടമയുടെ മനസ്സ് മാറുന്നതും നാടകാവസാനം കാണാൻ സാധിക്കും. ഉടമയ്ക്ക് മറ്റു പക്ഷികളോടൊപ്പം ചേരണമെന്നുണ്ട്. അതിനാൽ മറ്റുള്ളവർ ഉടമയ്ക്ക് സ്വർണ്ണ ചിറക് നൽകുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് പറക്കാൻ ശ്രമിക്കുന്നു. സ്വർണ്ണ ചിറകുകൾ പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. 9ാമത്തെ ചോദ്യം, ചുവടെ നൽകിയ ഗദ്യഭാഗം വായിച്ച് ആശയം 3-1 ചുരുക്കി എഴുതുക എന്നതാണ്. ആ ഗദ്യഭാഗം നന്നായി വായിച്ച് അതിലെ പ്രധാനപ്പെട്ട ആശയം മാത്രം എഴുതിയാൽ മതിയാകും. ഇവിടെ ചെറുകഥയെക്കുറിച്ചുള്ള ഒരു ഗണ്ണികയാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ഗണ്ണികയ്ക്ക് ഒരു പേര് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഭാഗത്തിന് ചെറുകഥ എന്നോ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യ ചെറുകഥ എന്നൊക്കെ പേര് നൽകാവുന്നതാണ്. 10ാമത്തെ ചോദ്യം, കിളികൾ. എല്ലാവരും കൂടി ഓരോ കൊത്ത്. അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും. ആ പാടത്തിനൊത്ത നടുവിൽ പക്ഷിശാസ്ത്രകാരൻ
അയ്യോ വേണ്ട, എൻ്റെ പൊന്നുംകുടങ്ങളെ കൊത്തണ്ട, ആ രക്തം കൊണ്ട് കുഴക്കേണ്ട. ഉടമ പക്ഷിശാസ്ത്രകാരന് നേർക്ക് അമ്പയക്കുന്നു. പല അമ്പുകൾ അവനാഴിയിൽ നിന്നെടുത്ത് ഇതിനു ശേഷം അങ്ങനെ പിടഞ്ഞു പിടഞ്ഞു മരിക്കട്ടെ എൻ്റെ ഗുരു പോലും. പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് പക്ഷിശാസ്ത്രക്കാരൻ്റെയും ഉടമയുടെയും മനോഭാവങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിലെ മുഖ്യ കഥാപാത്രമാണ് പക്ഷിശാസ്ത്രക്കാരൻ. പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും ചവിട്ടി മെതിക്കപ്പെട്ടവൻ്റെയും അവഗണിക്കപ്പെട്ടവരുടെയും പ്രതിനിധിയാണ് ഇദ്ദേഹം. ഈ കൂട്ടർക്ക് രക്ഷാമാർഗം ഉപദേശിച്ചു കൊടുക്കുന്ന ആളായിട്ടാണ് ഈ നാടകത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. പ്രകൃതിയുടെ മനോഹാരിതകളിലും കുളിർമയിലും ജീവിച്ചിരുന്നവർ പെട്ടെന്നാണ് പ്രകൃതിയെ വേട്ടയാടുന്നവരെ ഭയന്ന് ഒളിച്ചോടാൻ തുടങ്ങുന്നത്. ഇത്തരം വേട്ടയാടലുകളിൽ കർമ്മവീര്യം ചോരാതെ വേട്ടക്കാർക്കെതിരെ പോരാടാനും വേട്ടക്കാർക്ക് ധൈര്യം നൽകുന്ന മുതലാളിത്ത വ്യവസ്ഥിതിയെ തച്ചു തകർക്കാനുള്ള ആഹ്വാനം പക്ഷിശാസ്ത്രകാരൻ നൽകുന്നുണ്ട്. ഒടുവിൽ തങ്ങളുടെ ഇടയിൽ നിന്ന് പിരിഞ്ഞുപോയി വർഗവഞ്ചകനും മുതലാളിയുമായി മാറിയ വ്യക്തിയെ തിരികെ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിയുന്നു. അയാൾ അറിവിൻ്റെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും പ്രതീകമാണ്. അന്ധനാണെങ്കിലും ഉൾക്കാഴ്ചയുള്ള അദ്ദേഹം കിളികൾക്ക് വഴികാട്ടിയും അഭയവുമായിരുന്നു. പ്രകൃതി എല്ലാവരുടേതുമാണെന്ന വിശാലമായ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ ഉടമയാകട്ടെ സ്വാർത്ഥതയുടെയും അക്രമത്തിൻ്റെയും പ്രതീകമാണ്. കൂട്ടം തെറ്റി ഭൗതിക നേട്ടങ്ങൾക്കായി പ്രകൃതിയെയും സഹജീവികളെയും ചൂഷണം ചെയ്യുന്നവനാണ് അയാൾ പക്ഷിശാസ്ത്രക്കാരനെ കൊല്ലുന്നു. എന്നാൽ അവസാനം ഭയന്ന് കിളികളിൽ അഭയം തേടുകയും തെറ്റ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരാൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയും മറ്റൊരാൾ അതിനെ നശിപ്പിച്ച് ഉടമയാകാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ പ്രതിനിധിയാണ്. ഈ മാതൃകാ ചോദ്യപേപ്പറിൻ്റെ അടുത്ത ഭാഗം മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇതെല്ലാവരും നന്നായി കേട്ട് പഠിക്കുക. എല്ലാവർക്കും പരീക്ഷയിൽ A+ കിട്ടാൻ പ്രാർത്ഥനയോടെ നിർത്തുന്നു.